ഹലോ ഹായ് ഡിയേഴ്സ്, അസ്സലാമു നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണോ വിചാരിക്കണോ. ഗ്ലോ വിത്ത് മീയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നമ്മളെ ബൈപ്പാസിലെ തറയിൽ ബസ് സ്റ്റാൻഡിൽ അടുത്തുള്ള ഷോപ്പ് വരുന്നത്. ഷോപ്പിൻ്റെ നെയിം വരുന്നത് ഗ്ലോ വിത്ത് മീ. നമ്മളെ ചാനൽ നെയിം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോ വിത്ത് മീ എന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ. മുപ്പത്തൊന്നാം തീയതി നമ്മളിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സിനും നമ്മളെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സ് നമ്മളെല്ലാം മോഡൽ നെറ്റുകളും അടിപൊളി എംബ്രോയിഡറി നെറ്റുകളും എല്ലാം നമ്മൾ 250 രൂപയായിട്ട് നൽകുന്നതായിരിക്കും കേട്ടോ. 4 നെറ്റിൽ കൂടുതൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഈ ഓഫർ സെയിൽ വീഡിയോൻ്റെ കൂടെ നമ്മളൊരു സ്പെഷ്യൽ ഓഫർ കൂടി വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മളിന്ന് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്ന ആദ്യത്തെ 5 കസ്റ്റമേഴ്സിന് 4 നെറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഒരു നെറ്റ് തികച്ചും ഫ്രീ ആയിട്ട് നൽകുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ 54, 56 ഏകദേശം 57 സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ്. 3/4 സ്ലീവാണ്. ഫ്രീ സൈസിലാണ് കാണിക്കുന്നത്. പ്യുവർ കോട്ടനാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. ഓഫർ സെയിൽ വീഡിയോ ആണെന്ന് വെച്ചിട്ട് ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയലോ റേറ്റ് കുറഞ്ഞ മെറ്റീരിയൽ വെച്ച് ഒന്നും അല്ല കേട്ടോ. നമ്മളെ ഷോപ്പിൽ സെയിലാക്കുന്ന സെയിം മെറ്റീരിയൽ വെച്ചിട്ടാണ് നിങ്ങളെ മുമ്പിൽ എത്തിക്കുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾ എല്ലാവരും ഈ ഓഫർ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. ആവശ്യമുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. നല്ല അടിപൊളി പ്രിൻറ്റിൽ നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ ഒന്ന് നമ്മളിവിടെ കാണിക്കുന്നതെല്ലാം. ഓഫറിനെ കുറിച്ച് ഒന്നുകൂടിയും പറയാവേ. 31-ാം തീയതി നമ്മളിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സിനും നമ്മളെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിനും നമ്മളെല്ലാ മോഡൽ നെറ്റുകളും നല്ല അടിപൊളി എംബ്രോയിഡറി നെറ്റുകളും എല്ലാം നമ്മൾ 250 രൂപയായിട്ട് നൽകുന്നതായിരിക്കും. 4 നെറ്റിൽ കൂടുതൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് തീർച്ചയായിട്ടും ഫ്രീ ആയിരിക്കും കേട്ടോ. പിന്നെ ഒരു സ്പെഷ്യൽ ഓഫർ കൂടിയുണ്ട്. ഇന്ന് നമ്മളിന്ന് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്ന ആദ്യത്തെ 5 കസ്റ്റമേഴ്സ് 4 നെറ്റ് എടുക്കുമ്പോൾ ഒരു നെറ്റ് തികച്ചും ഫ്രീ ആയിട്ട് നൽകുന്നതായിരിക്കും. ഈ ഒരു മോഡൽ വന്നിട്ട് നെക്കിന് ഇതുപോലെ സിമ്പിളായിട്ട് എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. പ്യുവർ കോട്ടനാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. ഇതുപോലെ നല്ല അടിപൊളി പ്രിൻറ്റിലാണ് വന്നിട്ട് നല്ല നല്ല കളേഴ്സിൽ ഈ ഒരു മോഡൽ നമ്മളതിൽ അവൈലബിൾ ആണ്. ഇന്ന് ഞാനിവിടെ കാണിക്കുന്ന എല്ലാ നെറ്റി 54, 56 ഏകദേശം 57 സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ്. 3/4 സ്ലീവിലാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഇറക്കത്തിന് സ്ലീവ് ചെയ്തിട്ടുണ്ട്. ഫ്രീ സൈസാണ് വന്നിട്ടുള്ളത്. 48 ആണ് ചെസ്റ്റ് അളവ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല പ്യുവർ കോട്ടനാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. ഓഫറിൽ നമ്മൾ സെയിൽ ചെയ്ത നെറ്റുകൾക്കൊന്നും റിട്ടേൺ ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ മാക്സിമം നിങ്ങൾ കളേഴ്സും അതേപോലെ തന്നെ സൈസും ഒക്കെ പറഞ്ഞ് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വാങ്ങിക്കാൻ ശ്രമിക്കണേ. അടുത്തത് ഈ ഒരു മോഡൽ വന്നിട്ട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തൊരു മോഡലാണ്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഇത് ഒരുപാട് കസ്റ്റമേഴ്സിന് കിട്ടിയില്ല എന്ന് പറഞ്ഞു. ചിലർക്കൊക്കെ ലൈറ്റ് കളേഴ്സ് നല്ല ഇഷ്ടമായിരിക്കും. അത് 10 കളേഴ്സ് വരുന്നുണ്ട്. നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി മുന്നേ നമ്മളിതിൻ്റെ ഷോൾ നെറ്റ് നമ്മൾ മുന്നേ ചെയ്തിരുന്നു കേട്ടോ. കുറച്ച് മുന്നേ ചെയ്തിരുന്നു. അപ്പോൾ നല്ല സെയിൽ ഉണ്ടായിരുന്ന ഒരു മോഡലും കൂടിയാണ് കേട്ടോ. അപ്പോൾ ചിലവരൊക്കെ ചോദിക്കും കഴിഞ്ഞ വീഡിയോയിൽ കിട്ടാണ്ടിരുന്നു. അപ്പോൾ നിങ്ങൾ കുറച്ചേ കൊണ്ടുള്ളൂ. അങ്ങനെയൊന്നുമല്ല കേട്ടോ. നമ്മൾ ഉള്ളത് ഫുള്ളായിട്ട് 100 പീസ് 200 പീസ് അങ്ങനെയൊക്കെ ഒരേ മോഡൽ. ഈ ഒരു മോഡലിന് നമ്മൾ എത്ര പീസ് എടുത്ത് എനിക്ക് നോർമൽ അത്ര എടുത്തിട്ട് കേട്ടോ. 3ാമത്തെ പ്രാവശ്യമാണ് നമ്മൾ ഈ ഒരു മോഡൽ റീസ്റ്റോക്ക് ചെയ്യുന്നത്. നമുക്ക് ഹോൾസെയിലായിട്ടും കയറി പോകണ തന്നെയാണ് പെട്ടെന്ന് തീർന്നു പോകണേ കേട്ടോ. അപ്പോൾ ഈ ഒരു മോഡൽ നെക്കിന് ഇതുപോലെ ഇങ്ങനെ സിമ്പിളായിട്ട് എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ലൈറ്റ് കളേഴ്സ് മാത്രം ചോദിച്ചു തന്നെ കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്. ഡാർക്ക് കളേഴ്സ് മാത്രം ചോദിച്ചു തന്നെ കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ ലൈറ്റ് കളേഴ്സ് ചോദിച്ചു തന്നെ കസ്റ്റമേഴ്സ് തീർച്ചയായിട്ടും നല്ല ഇഷ്ടപ്പെടും കേട്ടോ. ഇതിൽ 10 കളേഴ്സ് വരുന്നുണ്ട്. നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വേഗം പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. അടുത്തൊരു മോഡൽ വന്നിട്ട് ഓൾ ഓവർ പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത്. നല്ല നല്ല കളേഴ്സിലാണ് ഇതും വന്നിട്ടുള്ളത്. കാരണം ഇതിൻ്റെ ഒരു പ്രിൻറ്റഡ് ചേഞ്ച് ആയിട്ടുള്ള മോഡൽ നമ്മൾ കുറേ പ്രാവശ്യം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആരും കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. നല്ല നല്ല കളേഴ്സിലാണ്. എല്ലാം പ്യുവർ കോട്ടനാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നെറ്റിൻ്റെ വിശേഷങ്ങൾ മാത്രം പറയേണ്ട, നമുക്ക് മറ്റെന്തെങ്കിലുമൊക്കെ സംസാരിക്കാവേ. കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ഇടുന്നില്ല. ഡൈൻമൈ ലൈഫ് ഇടുന്നില്ല. ട്രാവൽ വ്ലോഗ് ഇടുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ഡ്രസ്സിൻ്റെ വീഡിയോസ് പോലും വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്ത് പറ്റിയെന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമല്ല കേട്ടോ. നമുക്ക് വീട് പണിയും കാര്യങ്ങളും പിന്നെ കുറച്ച് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ പർച്ചേസ് അങ്ങനെ അല്ലാതെ തിരക്കായി പോകാം കേട്ടോ. വീട് പണി നടക്കുമ്പോൾ തന്നെ ഫുള്ളായിട്ട് നമ്മളൊരു മനസ്സ് ഫുള്ളായിട്ട് അങ്ങോട്ട് ശരിയാവില്ല. അപ്പോൾ നമ്മളൊരു മൂഡ് ശരിയല്ല എന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്നും ചെയ്താൽ ശരിയാവില്ല. എന്നാൽ ഇപ്പോൾ ക്ലിയർ ആയോന്ന് വെച്ചാൽ ഇപ്പോഴും നല്ല ടെൻഷൻ കേട്ടോ. അതിൻ്റെയൊക്കെ പ്രത്യേകത നമ്മളെ വീഡിയോയിൽ കാണുന്നുണ്ടായിരിക്കും. ഒരുപാട് പേര് നമ്മളെ വീടിൻ്റെ ഹോം ടൂർ ചെയ്യുമോ എന്ന് ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ വീടിൻ്റെ പണി ഇപ്പോൾ ഏകദേശം ഒരു 98% ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 2% കൂടിയും പൂർത്തിയായാൽ തീർച്ചയായിട്ടും നമ്മൾ നല്ലൊരു ഹോം ടൂർ ചെയ്യണതായിരിക്കും. ഹോം ടൂർ ചെയ്യുമോ എന്നുള്ളൊരു മെസ്സേജ് കാണുമ്പോൾ എനിക്ക് ഫസ്റ്റ് ഓർമ്മ വരിക, ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഇനി വണ്ടി എടുത്തൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ 1-2 പേര് കമൻറ്റ് ഇട്ടേന്ന് വണ്ടി എടുക്കുക എന്നുള്ള വലിയ സംഭവമൊന്നുമല്ല. ഞങ്ങളെ വീട്ടിലൊക്കെ വണ്ടിയുണ്ട്, അതത്ര വീഡിയോ ചെയ്യാൻ മാത്രമൊന്നുമില്ല, വലിയ കാര്യമൊന്നുമല്ല, അതിലൊന്നും വണ്ടിയൊന്നും വലിയ സംഭവമല്ല എന്നൊക്കെ പറഞ്ഞിട്ടോ. പക്ഷെ അവർക്കാരെ വീട്ടുകാർ വാങ്ങിച്ച വണ്ടിയോ അതല്ലാന്നുണ്ടെങ്കിൽ ഹസ്ബൻഡോ അങ്ങനെയൊക്കെ വാങ്ങിച്ച വണ്ടിയാണ്. അത് വലിയ സംഭവമൊന്നുമല്ല. കാരണം അവരധ്വാനിച്ചതല്ലല്ലോ. അപ്പോൾ അവർക്കത് വലിയ സംഭവമൊന്നുമല്ല. പക്ഷെ നമ്മളായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന കാശുകൊണ്ട് നമ്മൾ എന്താ പറയുക, നമ്മളായിട്ട് അഡ്വാൻസ് കാശ് കൊണ്ട് നമ്മൾ വണ്ടി വാങ്ങിക്കുമ്പോൾ അത് നമുക്ക് വലിയ സംഭവമാണ് കേട്ടോ.
എന്നെ പോലെ ഒരു സാധാരണ സ്ത്രീ നമ്മൾ ഫിനാൻസ് ഒന്നും ഇടാതെ ഫുള്ള് ക്യാഷ് കൊടുത്തിട്ട് ഒരു വണ്ടി എടുക്കുക എന്നുള്ളത് വലിയ സംഭവമാണ്. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് കൊണ്ട് അതിൻ്റെ പേരിൽ ബാധ്യതകളോ കടങ്ങളോ ഒന്നും വരുത്താതെ ഉണ്ടാക്കുക എന്നുള്ള വലിയ സംഭവമാണ് കേട്ടോ. കാരണം നമുക്ക് അധ്വാനിച്ച് ജീവിച്ച് ആൾക്കാർക്ക് അതിൻ്റെ വില മനസ്സിലാവുള്ളൂ. മറ്റുള്ളവർ ഔദാര്യത്തിൽ കഴിയുന്ന ആൾക്കാർക്ക് ഒരിക്കലും അതിൻ്റെ ഒരു ആവശ്യം മനസ്സിലാവും. ഔദാര്യം ഞാൻ ഉദ്ദേശിച്ചത് മറ്റുള്ളവർ ചെയ്തു തരുമ്പോൾ നമുക്കത് എന്തൊക്കെയായാലും ചെറിയൊരു ഔദാര്യമാണല്ലോ. അപ്പോൾ നമുക്കത് മനസ്സിലാവില്ല കേട്ടോ. നമ്മളായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് ഇപ്പോൾ ഞാൻ പറയാം, നമ്മൾ ആരെങ്കിലും നമുക്ക് തരുന്ന ക്യാഷ് നമുക്ക് ചിലവാക്കുമ്പോൾ അതിൻ്റെ വില നമുക്ക് അത്ര അറിയില്ല. പക്ഷെ നമ്മൾ അധ്വാനിച്ച് അതിൻ്റെ ബാധ്യത നമ്മൾ അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിൻ്റെ വില നന്നായിട്ട് അറിയാമെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ തീർച്ചയായിട്ടും നമ്മളൊരു ഹോം ടൂർ ചെയ്യണമായിരിക്കും. അപ്പോൾ അതിൽ നമ്മളൊരിക്കലും അഹങ്കാരം കൊണ്ട് ചെയ്യുകയല്ല കേട്ടോ, ഒരിക്കലും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. നമ്മളത് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മളിലൂടെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. നമുക്കൊന്നും സഹായിക്കില്ല, അല്ലെങ്കിൽ ഒരുപാട് കാശ് എടുത്തു വെച്ചിട്ട് വേണം നമ്മളൊരു വീട് പണി തുടങ്ങാൻ, അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോപ്പർട്ടി വിറ്റിട്ട് ആ കാശ് കൊണ്ട് വേണം തുടങ്ങാനെന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കാറില്ലേ. വലിയൊരു ലോൺ എടുത്തിട്ട് വേണം തുടങ്ങാൻ. അങ്ങനെ വീട് പണി തുടങ്ങാനുള്ള ക്യാഷ് ഇപ്പോൾ ഇല്ല, കുറച്ച് കാശ് കയ്യിൽ വെച്ചിട്ട് തുടങ്ങാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും ഒരു പ്രചോദനം ആവുമെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ക്യാഷ്, അതിൻ്റെ ബാധ്യതകൾ, എങ്ങനെയാണത് ചെയ്തതെന്നൊക്കെ ഫുൾ വീഡിയോ നമ്മൾ ചാനലിൽ ഉണ്ടായിരിക്കും കേട്ടോ. ഒരിക്കൽ കൂടി പറയണം, 31-ാം തീയതി നമ്മളിൽ പർച്ചേസ് ചെയ്യുന്ന ആദ്യത്തെ 5 കസ്റ്റമേഴ്സിന് 4 നൈറ്റ് എടുക്കുമ്പോൾ 1 നൈറ്റ് തികച്ചും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഫ്രീ ആയിട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ്. 4 നൈറ്റ് കൂടുതൽ എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.